നിൻമുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലി ലഭിക്കുന്നില്ല എന്ന ആരോപണവുമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിഷേധവുമായി എത്തി. കൂലി ലഭിച്ചില്ലെന്ന കാരണത്താൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധവുമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെത്തി. 13-ാം വാർഡിലെ 30ഓളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് സംഘടിച്ചെത്തിയത്. റോഡ് പണിയുമായി ബന്ധപ്പെട്ട് മസ്റ്റർ റോൾ പ്രകാരം ചെയ്ത 5 തൊഴിൽ ദിനങ്ങളിലെ തൊഴിൽ രേഖപ്പെടുത്താതിരുന്നതാണ് പ്രശ്നമായത്. ഗ്രാമപഞ്ചായത്തിലെ 13/8/2024 പണിത പണി 23/8/2024 വരെ പണിത പണിയുടെ 5 ദിവസത്തെ പണിക്കൂലി ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 19 തൊഴിലാളികളുടെ പണിക്കൂലിയും കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ, കുറേ നാൾ കഴിഞ്ഞ് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ആ സ്റ്റോർ സീറോ അടിച്ച് വിട്ടതാണ് ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ തൊഴിലാളികളും ഇവിടെ എത്തിയത്. തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിലെ ജീവനക്കാരനാണ് ഇവരുടെ തൊഴിൽ ദിനത്തിനു നേരെ തൊഴിൽ ചെയ്തില്ലെന്ന് രേഖപ്പെടുത്തിയതെന്നുള്ള ആരോപണവുമുണ്ട്. പ്രതിഷേധവുമായി എത്തിയതോടെ ഈ ജീവനക്കാരൻ മുങ്ങിയെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയോട് തൊഴിലാളികൾ സംസാരിച്ചെങ്കിലും എഇ ഓഫീസിൽ ചോദിക്കാനാണ് ആവശ്യപ്പെട്ടത്. തുടർന്ന് ഓഫീസിലെത്തിയെങ്കിലും അക്രഡിറ്റഡ് എഞ്ചിനീയർ ജീവനക്കാരനോട് ചോദിക്കാൻ ആവശ്യപ്പെട്ട് കൈമലർത്തിയെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. പക്ഷെ ഞങ്ങൾ വന്ന് ഇനിയിപ്പോ വിഷ്ണു എന്ന് പറയുന്ന കുട്ടിയാണ് സീറോ അടിച്ചത്. ആ കുട്ടി ഇവിടെ ഇല്ല. അത് കഴിഞ്ഞു താഴെ ഉണ്ടായിരുന്നു. ഞാൻ പോയി പറഞ്ഞു, വിഷ്ണുവിനെ കാണാനാണ് ഞങ്ങൾ കുറച്ച് പേര് വന്നാക്കണേന്ന് പറഞ്ഞപ്പോൾ ആ ശരി പറഞ്ഞു വന്നു. ആ കുട്ടി പിന്നെ ഒരു കാര്യം ഇതിനെ പറ്റിയിട്ട് പണി തരാന്നോ അല്ലെങ്കിൽ പൈസയുടെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പൊ നോക്കുമ്പോഴും ആ കുട്ടിയുടെ സീറ്റിൽ ആ കുട്ടീനെ കാണാന്, ആ കുട്ടീനെ കാത്തിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവൻ്റെതാണ് ഇപ്പൊ ഞങ്ങൾക്കൊരു കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത്. അങ്ങനെ സീറോ അടിക്കാൻ മാത്രമുള്ള ഞങ്ങളുടെ എഡീസ്മാരെ മറ്റുള്ളവരെ അത് എത്തിക്കാത്ത ഇങ്ങോട്ടും ഇല്ല. എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങളിവിടെ എത്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഇതിനൊരു തീരുമാനം. ഞങ്ങളുടെ കൂലി ഞങ്ങൾക്ക് വയസ്സായ ആൾക്കാരെ ഇതിൽ പണിയണവരാണ്. ഇവരെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പണിതിട്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ പണിയില്ല. ഞങ്ങൾക്ക് ഒരു വർഷത്തിൽ 24 പണി ഞങ്ങൾക്ക് ആകെ കിട്ടിയിട്ടുള്ളൂ. അതിലിങ്ങനെ 5 കൂലി ഞങ്ങൾക്ക് കിട്ടുക. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി കുറെ ഞങ്ങളുടെ കൂലി പോയിട്ടുണ്ട്. 24 കൂലി വരെ ഓരോരുത്തരെ പോയിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങളുടെ കൂലിയുടെ കാര്യം അറിയാതെ ഞങ്ങൾ വന്നാക്കണം. അല്ലാണ്ട് വേറെ ഒന്നില്ല. പണി കിട്ടുന്ന കൂലിയും വേണം. കഴിഞ്ഞ കൊല്ലത്തെ 10-12 പണി ഇപ്പൊ റോഡ് പണിക്കാണ് എറണാകുളത്തിൽ 12 പണിയുടെ കൂടി ഞങ്ങൾ കിട്ടിയിട്ടില്ല. അത് ഞങ്ങൾ വിട്ട് കളഞ്ഞു. കഴിഞ്ഞ കൊല്ലത്തെ ഇനി അത് കിട്ടില്ല പറയാം. ഈ കൊല്ലം പണി നടന്നിട്ട് ആകെ 24 പണി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. 13-ാം വാർഡിൽ അതിൽ 5 പണിയുടെ കൂലി കയറി. ഇപ്പൊ ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് പണിയുടെ കൂലി ഇല്ലാത്ത കൂലിയായിരുന്നു. ഞങ്ങളിപ്പോ ഈ കൂലി ഇല്ലാത്ത ഞങ്ങൾ എന്തിനും വെറുതെ പണിയിപ്പിക്കണം. ഇപ്പൊ പറയണത് റോഡ് പണിക്ക് നിങ്ങൾക്ക് കൂലിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പറയുന്നില്ല. ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല. CCV ന്യൂസ്, പഴയന്നൂർ.